ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ജോഗ്രഫി ഭാഗത്തെ അന്തരീക്ഷ പാളികളെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണിത്. ട്രോപോസ്ഫിയർ, ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ വസിക്കുന്ന ഏറ്റവും താഴ്ന്ന വിധാനത്തിലുള്ള പാളി. ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ ഉയരം ഏകദേശം 18 മുതൽ 20 കിലോമീറ്റർ വരെ, എന്നാൽ ധ്രുവ പ്രദേശങ്ങളിൽ 7 കിലോമീറ്റർ വരെയാണ്. ഭൂമിയോട് അടുത്ത ട്രോപോസ്ഫിയറിന്റെ ഭാഗത്ത് ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. ആഗിരണം ചെയ്ത താപോർജ്ജം ചാലനം, സംവഹനം എന്നീ പ്രക്രിയകൾ വഴി ട്രോപോസ്ഫിയറിന്റെ എല്ലാ ഭാഗത്തും പ്രസരിക്കപ്പെടുന്നു. അന്തരീക്ഷ പിണ്ഡത്തിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന മേഖല ആണിത്. ജലബാഷ്പത്തിന്റെ 99%, അന്തരീക്ഷ വാതകങ്ങളുടെ 75% ഈ മേഖലയിലാണ്. ട്രോപോസ്ഫിയറിലുള്ള വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ട്രോപോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞുവരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയർ, ട്രോപോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, അതുപോലെ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലവുമാണ്. തിരശ്ചീനതലത്തിലുള്ള വായുവിന്റെ ചലനമാണ് ഇവിടെ കൂടുതലായി കാണുന്നത്. അതുപോലെ കാലാവസ്ഥ വ്യത്യാസം ഈ ഭാഗങ്ങളിൽ ഉണ്ടാകാറില്ല. ഇവിടെ കൂടുതലായും കാണുന്നത് നാക്രിയാസ് മേഘങ്ങളാണ്. ഇതിനെ മുത്തുകളുടെ അമ്മ എന്നും വിളിക്കുന്നു.